ഗുരുജി, ഓ, ഇന്നുകൊണ്ട് നമുക്ക് ക്രിസ്മസ് കരോൾ പരിശീലനം തീർക്കണം. അതൊക്കെ തീർക്കാമെന്ന്. ഈ പാടുന്ന കുട്ടികൾ നല്ല ഉത്സാഹത്തിലാണ്. മാഷേ, നമ്മുടെ ജോണിനെ കുറിച്ച് സംശയം. ഗുരുജിക്ക് ഇത് തോന്നുമോ ആവോ? അതിനെന്താ ജോൺ, ചോദിച്ചോളൂ. എന്താ സംശയം? ഗുരുജി, ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ജോൺ, ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച ദൈവപുത്രനാണ് യേശു. അദ്ദേഹത്തിന്റെ ജനനത്തെ ആസ്പദമാക്കിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും ഒരേ ദിവസം ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് മാത്രമാണ്. ഗുരുജി, എന്നു മുതലാണ് ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങിയത്? 19-ാം നൂറ്റാണ്ടിനു ശേഷമാണ് ഇന്നു കാണുന്ന രീതിയിലുള്ള ക്രിസ്തുമസ് ആഘോഷിച്ചു തുടങ്ങിയത്. ഗുരുജി, അപ്പോൾ ഈ സാന്താക്ലോസിന്റെ വേഷം കെട്ടി വരുന്നത്? AD 270 ജനിച്ച വിശുദ്ധ നിക്കോളാസ് കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്നു. അദ്ദേഹമാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട സാന്താക്ലോസായി മാറിയത്. അപ്പോൾ വീടുകളിൽ ക്രിസ്മസിന് ഒരുക്കാറുള്ള യേശുക്രിസ്തുവിന്റെ ജനനത്തെ ചിത്രീകരിക്കുന്ന പുൽക്കൂട് ആദ്യമായി തീർത്തത് ആരാണ്? ആദ്യത്തെ ക്രിസ്മസ് പുൽക്കൂട് തീർത്തത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ഗുരുജി, അപ്പോൾ നമ്മൾ അയക്കുന്ന ക്രിസ്മസ് കാർഡുകളോ? 1843 ഇംഗ്ലണ്ടിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള ക്രിസ്മസ് കാർഡുകളുടെ തുടക്കം. 15-ാം നൂറ്റാണ്ട് മുതൽ വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിച്ച് മുദ്രവെച്ച കവറുകളിലായിരുന്നു ഒരുക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഒരുക്കുന്ന ക്രിസ്മസ് ട്രീയോ? ജർമ്മൻകാരാണ് ആദ്യമായി ആ ട്രീ ഒരുക്കിയത്. വർഷം മുഴുവൻ പച്ചപ്പ് മാറാതെ നിൽക്കുന്ന നിത്യഹരിത വൃക്ഷങ്ങളാണവ. പാശ്ചാത്യ മിഷണറിമാരാണ് ഇത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 1904 ഡെൻമാർക്കിലാണ് ആദ്യത്തെ ക്രിസ്തുമസ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അല്ല ഗുരുജി, സമയമേറെയായി. ഇനി നമുക്ക് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ പറഞ്ഞു കൊടുക്കാം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ക്രിസ്തു സമത്വപൂർണമായ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഭൂമിയിൽ വന്നതാണ്. അഭിഷിക്തനായ ക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിച്ചവരെ അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. യേശുവിന്റെ ജനനം തിരസ്കരിക്കപ്പെട്ടവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനും അജ്ഞാനികൾക്ക് വിജ്ഞാനം നൽകുവാനും കഴിഞ്ഞു. ഗുരുജി, കരോളിന് പോകേണ്ട വീടിന്റെ എല്ലാം ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ദിവസം 20 വീടുകളിലെങ്കിലും കയറുവാൻ കഴിയണം. പരമാവധി ഫണ്ട് കണ്ടെത്തണം. മാഷേ, ഈ വർഷത്തെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല. അതിത്ര പറയുവാൻ എന്തിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ കരോൾ പിരിവിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ തവണ ലഭിച്ച പണം ഉപയോഗിച്ച് നമ്മൾ അഭിലാഷിന്റെ വീട് മേഞ്ഞു കൊടുത്തു. പാവം അഭിലാഷ്, അവന്റെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലല്ലേ? അതെ, അതാണ് യേശു ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യാൻ നമ്മൾക്ക് പ്രാപ്തിയുള്ളപ്പോൾ അത് അർഹരായവർക്ക് കൊടുക്കുവാൻ മറക്കരുത്. യേശുക്രിസ്തുവിന്റെ ജീവിതവും സന്ദേശവും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തുണ്ടായിരുന്ന മഹാന്മാരിൽ പലരും യേശുക്രിസ്തുവിന്റെ ജീവിതം മാതൃകയാക്കിയിരുന്നു. ഇനി നമുക്ക് കരോളിനായി പോകേണ്ട സമയമായി. എല്ലാവരും തയ്യാറായെങ്കിൽ നമുക്ക് പോകാം. ഞങ്ങൾ റെഡി. ഇനിയും കുറച്ച് പേര് കൂടി വരാമെന്ന് പറഞ്ഞു. വരുന്നവർ വരട്ടെ, നമുക്ക് സമയമാകുമ്പോൾ പോകാം. ഗുരുജി, ഒരു കുട്ടി ഓടിപ്പോകുന്നത് കണ്ടോ? കുട്ടിയോ? ഏത് കുട്ടി? അതേന്ന്, ഒരു കുട്ടിക്കള്ളൻ. കുട്ടിക്കള്ളനോ? എന്തു പറ്റി? എന്റെ കൃഷിയിടത്തിൽ നിന്നാണ് ഓടിയത്. പക്ഷെ അധിക ദൂരം ഓടാൻ കഴിയില്ല. അതെന്താ? എന്റെ കയ്യിൽ നിന്നും നല്ലൊരു ഏറ് കിട്ടിയിട്ടുണ്ട് അവന്. എന്നിട്ട് അവനൊന്ന് വീണു. ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കും വീണ്ടും ഓടിക്കളഞ്ഞു. കള്ളൻ, പെരുങ്കള്ളൻ. വല്ലാത്ത കാലം തന്നെ. കുട്ടികൾക്ക് ഇങ്ങനെയായാൽ അധിക ദൂരം അവൻ ഓടാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ല ഏറാണ് അവന് കിട്ടിയത്. ഞാൻ എന്തായാലും അവിടെ വരെ പോയി നോക്കട്ടെ. ശരിയെന്ന്.
ആരുടെയോ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലേ, ഞാൻ പിന്നാലെ വരാം. എന്താ, എന്തു പറ്റി? എന്താ നിന്റെ പേര്? എന്റെ പേര് മണിക്കുട്ടൻ. എന്നെ അവർ ഓടിച്ചു, എന്റെ കാല്. അപ്പോൾ നീയായിരുന്നു അല്ലേ? എന്നെ പിടിച്ചു കൊടുക്കരുത്, നിവർത്തില്ലാതെ ചെയ്തതാ. നിന്റെ വീട്ടിൽ ആരുമില്ലേ? അമ്മ കിടപ്പിലാണ്. ഓഹോ. അച്ഛൻ? അച്ഛൻ ഒരു മോഷണ കേസിൽ ജയിലിലാണ്. നിനക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചുകൂടെ? കള്ളന്റെ മകന് ആര് ജോലി തരാനാ? മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും. മടുത്തു ഈ ജീവിതം. എന്ന് വെച്ച് മോഷണം നടത്തിയത്? വിശന്നിട്ട് വയ്യ, വീട്ടിൽ പട്ടിണിയാ. നിവൃത്തിയില്ലാത്തോണ്ടാ കപ്പ മോഷ്ടിക്കാൻ ഇറങ്ങിയത്. അതാണെങ്കിലോ ഇങ്ങനെയായി. മോനെ, അന്യന്റെ മുതൽ അപഹരിക്കരുത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. സ്കൂളിൽ പോയി പഠിക്കുന്നതിന് ശ്രമിക്കണം. പഠിക്കണമെന്നുണ്ട്, പക്ഷേ ആരെന്നെ പഠിപ്പിക്കും? എല്ലാവർക്കും എന്നെ വെറുപ്പാ. എന്നെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമേ എല്ലാവരും ശ്രമിക്കാറുള്ളൂ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അതെല്ലാം നിന്റെ തോന്നലുകളാണ്. സൃഷ്ടാവായ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതികളുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് വിവേകം. അതിന് ഞാൻ നമ്മുടെ മുമ്പിൽ നന്മകളുടെയും തിന്മയുടെയും വഴികളുണ്ട്. അത് തെരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. തിന്മയുടെ വഴി തെരഞ്ഞെടുത്ത എന്നെ ദൈവം സ്നേഹിക്കുമോ? തീർച്ചയായും. പാപബോധത്തോടെ തന്റെ അടുത്തേക്ക് വരുന്നവരെ സ്വീകരിക്കുന്നവനാണ് യേശു. പാപങ്ങൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂജാതനായത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് തീർച്ചയായും സന്തോഷിക്കും. തീർച്ചയായും ഞാനത് ചെയ്യും. എന്റെ ഹൃദയം ഞാൻ രക്ഷകനായി സമർപ്പിക്കുന്നു. എനിക്ക് പാപരഹിതമായ ജീവിതം നയിക്കണം. യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ല, എന്റെ ഹൃദയത്തിലാണ്. ഇന്ന് അവിടുന്ന് അനേകരുടെ ഹൃദയത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനവ സമൂഹത്തിന്റെ പാപത്തിനായി ജീവൻ ബലിയർപ്പിച്ച ദൈവപുത്രനാണ് അവിടുന്ന്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരുന്നതിന് കർത്താവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. അവിടുത്തെ നാമം നമുക്ക് ഏറ്റുപറയാം. ഗുരുജി, ഇന്നു മുതൽ ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം. എങ്കിൽ ഈ ക്രിസ്തുമസ് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പുലരിക്ക് കാരണമാകും.
ഇതെന്റെ മോന. അതാ എന്റെ മോൻ. അല്ല, എന്റെ മോനല്ല. എന്റെ മോനിതല്ല. അവനാ എന്റെ മോൻ. ഇതും എന്റെ മോനല്ല. ഇതെന്റെ മോന്റെ കൈകളാ. അല്ല അല്ല അല്ല. ദൈവമേ, എനിക്കിത് സഹിക്കാൻ വയ്യ. അല്ല, സഹിക്കണം. അമ്മമാർ എല്ലാ വേദനയും സഹിച്ചേ തീരൂ. ഞാനും ഒരമ്മയാണ്. ഹെറോദേസിന്റെ പടയാളികൾ പിടിച്ചു കൊണ്ടുപോയ, ആറ്റുനോറ്റ് വളർത്തിയ ഒരു മകന്റെ അമ്മ. ഒരു ഹെറോദേസും മഹാരാജാവും. ഈ ഹെറോദോസിനെ പരാജയപ്പെടുത്താമെന്ന് വ്യാമോഹിച്ച ജ്ഞാനികളെന്ന് കരുതുന്ന വിഡ്ഢികളായ ആ ഒട്ടക സഞ്ചാരികളെ നാം വെറുതെ വിടില്ല. അവർ രക്ഷിച്ച അവരുടെ മിശിക ഇതാ മരിച്ചു വീഴാൻ പോകുന്നു. ഒരു മിശിഹാരാജൻ. നാമല്ലാതെ ഈ സിംഹാസനത്തിൽ മറ്റൊരു രാജാവോ? ആരവിടെ? സേനാനായകനെ വിളിക്കൂ. സേനാനായക, ശിശുക്കളിൽ നിന്നും മിശിഹായെ വേർതിരിച്ചെടുക്കുക വളരെ ദുഷ്കരമാണ്. അതിനാൽ ഈ ബെത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 അതിൽ താഴെയും പ്രായമുള്ള സകല ആൺകുട്ടികളുടെയും കഴുത്തറുത്ത് വധിച്ചു കളയും. കൊട്ടാര നർത്തിക്കുമാരെ മധ്യചഷകങ്ങൾ നിറയട്ടെ, വാദ്യഘോഷം ഉയരട്ടെ, എല്ലാവരും തിന്നുകൂടി ആനന്ദിക്കും. ഇത് ഹെറോദോസിന്റെ വിജയ ദിനമാണ്. അതെ, ആ ഉണ്ണീശോയ്ക്ക് വേണ്ടിയാണ് ഇത്രയേറെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടത്. അവൻ പ്രവാചകൻ പറയുന്ന രക്ഷകനാ പോലും. രക്ഷകൻ അവനും വധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ രാത്രിയിൽ മക്കളുടെ ജീവന് വേണ്ടി വെടിവലി കൊടുത്ത നിരവധി അമ്മമാരെ
ഞാൻ കണ്ടു. എന്റെ മോനെ വിട്. ഇല്ല, ഞാൻ തരില്ല. ഞാൻ തരില്ല. നീയും നിന്റെ ഒരു മോനും ഇത് രാജകൽപ്പനയാണ്. ഒരു മഷിഹായും ഇവിടെ വാഴേണ്ട. അരിഞ്ഞ് വീഴ്ത്തണ രണ്ടിനെയും. കുഞ്ഞിനായി കേഴുന്ന അമ്മമാരുടെ കൈകൾ ഹെറോദേസിന്റെ പടയാളികൾ അരിഞ്ഞരിഞ്ഞു വീഴ്ത്തി. കുഞ്ഞുങ്ങളെ ലാളിക്കാനില്ലാത്ത അവർക്ക് എന്തിനാ ഇനി കൈകൾ? മാറു നുണഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ മാറോട് ഛേദിച്ച് ശരവേഗത്തിൽ കുതിരപ്പുറത്ത് പായുന്ന പടയാളികൾ, എങ്ങും ചിന്നിച്ചെതിരെ കുഞ്ഞുങ്ങളുടെ തലച്ചോറുകൾ വാവിട്ടു കരയുന്ന അമ്മമാർ. ഓ, എന്തൊരു നിലവിളി! ആരെവിടെ? നമ്മുടെ താളമേളങ്ങൾക്ക് ഭംഗം വരുത്തി അലമുറയിടുന്ന അമ്മമാരുടെ നാവുകൾ പിഴുതെറിഞ്ഞ് ആ ദ്രോഹികളെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാനുള്ള നമ്മുടെ കൽപ്പന സേനാനായകനെ അറിയിക്കൂ, എത്രയും വേഗം. ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ, ജനപദങ്ങളുടെ ദിവ്യ രക്ഷകൻ ഇപ്പോ ഇതാ എന്റെ പോർക്കളത്തിൽ കഴുത്തറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. നൃത്തം തുടരട്ടെ. അധികാരം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി കേവലം ഒരു പിഞ്ചു കുഞ്ഞിനെ ഭയക്കുന്ന ഭീരുവായൊരു ഹെറോദേസ്. മോനെ, മോനെ, നീ എവിടെയാ? എവിടെയാ മോനെ നീ? ഇവിടെ നോക്ക്. ഇവിടെ. അതെ, എന്റെ മോന് ശബ്ദം. എന്റെ മോൻ തന്നെ. മോനെ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ. അമ്മേ, ഇവിടെ നോക്ക്. അമ്മേ, ഇവിടെ. അമ്മേ, ഞാനിതാ ഇവിടെ. ഇത് ഞാനാ, ഉണ്ണീശോ. എന്നെ വെറുക്കരുത് അമ്മേ. ഞാൻ സംരക്ഷിക്കപ്പെട്ടു. എല്ലാ മക്കൾക്കും രക്ഷകനായി ഇനി ഞാനുണ്ടമ്മേ. അമ്മേ, എനിക്ക് തണുക്കുന്നമ്മേ. തണുത്ത് വിറയ്ക്കുന്നു. എന്നെ എടുക്കമ്മേ. കൈ നീട്ട്. നീട്ടമ്മേ, എടുക്ക്. നല്ല സുഖം, നല്ല ചൂട്. അമ്മേ, അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണോ? പിണങ്ങല്ലേ അമ്മേ? ഞാനും അമ്മയുടെ മോനാ. ഉണ്ണീശോ. ഉണ്ണീശോയെ അവിടുത്തെ ഈ കൈകളിൽ എടുത്തപ്പോൾ എന്റെ സങ്കടങ്ങൾ മാറി. ഞാനിപ്പോൾ പുതിയൊരു സ്ത്രീയായി, ഒരമ്മയായി. ഉണ്ണീശോയെ, എന്നോട് കരുണ തോന്നണേ. അമ്മേ, അമ്മ കരയല്ലേ? കരയാതമ്മേ. അമ്മേ, കരയാതമ്മേ. കരയല്ലേ? എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കമ്മേ. എന്നിലൂടെ അമ്മയുടെ മകനെ കാണുന്നില്ലേ? അതേ നിറം, അതേ രൂപം, അതേ ശബ്ദം. എന്നെ ചൊല്ലിയ അമ്മ പിണങ്ങി. സാരമില്ലമ്മേ, നമുക്ക് പോവാം അമ്മയുടെ ഭവനത്തിലേക്ക്. അമ്മയുടെ പൊന്നോമന മകനായി, അമ്മയ്ക്ക് താങ്ങായി, തണലായി ഞാൻ എന്നും കൂടെ ഉണ്ടാവും. ചുണ്ടിൽ എന്റെ നാമവും ഹൃദയത്തിൽ എന്നെയും നിറച്ച് നമുക്ക് പോകാം അമ്മേ. ഉണ്ണീശോയെ, നീ ലോകരക്ഷകൻ തന്നെ, ലോകരക്ഷകൻ.
ഇമ്മാനുവൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.